ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് സീക്രട്ട് വായിക്കാം. ഞാൻ അവനയച്ച ഇത്രയ്ക്ക് ഓരോ പിക്ക് ലീക്കായി. ചിലപ്പോൾ ചേച്ചി വായിക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. അവനോടായാൽ അവൻ നല്ലതുപോലെ കൈകാര്യം ചെയ്യും. ആ സാറിന്റെ ഒരു പല്ല് തെറിച്ചു പോയി എന്നാണ് കേട്ടത്. ഹി ഇൻട്രൊഡ്യൂസ് മീ ടു ഹിസ് ഗേൾ ബെസ്റ്റി. വഴക്കിടും, ദേഷ്യം പിടിക്കും, ഈവൻ എന്നെ അടിക്കും. ആൻഡ് എപ്പോഴും അവളായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആദ്യത്തെ സീക്രട്ട്. ഹായ്, മൈ നെയിം ഇസ് ഡാഷ്. പേര് വീഡിയോയിൽ പറയരുതേ ചേച്ചി. ഞാൻ 9th പഠിക്കുന്നത്. ഐ എം എ ബിഗ് ഫാൻ. ഐ ലൈക്ക് വീഡിയോസ് ഒക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. 8th പഠിച്ചപ്പോൾ നടന്നത്. ഞാൻ ഹൈസ്കൂൾ പുതിയ സ്കൂളിലായിരുന്നു. ബിക്കോസ് 7 വരെ ഞാൻ മുമ്പ് പഠിച്ചിടത്ത് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേറെ സ്കൂളിൽ പോയി. അവിടെ എനിക്ക് ചെന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുത്തനെ ക്രഷ് അടിച്ചു. ഹീ ഈസ് ഇൻ 9th. അപ്പോൾ ഞാൻ 8th. എനിക്ക് അവനെ നേരത്തെ അറിയായിരുന്നു. അവൻ ഞാൻ പഠിച്ച സ്കൂളിലായിരുന്നു പഠിച്ചത്. എന്നെ പോലെ 8 ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് അവനെ ഇഷ്ടമെന്ന കാര്യം എൻ്റെ ക്ലാസ്സിലുള്ള ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൊണ്ടുപോയി അവൻ്റെ മുന്നിലോട്ട് എൻ്റെ അടുത്ത് എന്നോട് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവനെ ഞാൻ പ്രപ്പോസ് ആക്കി. അവൻ റിജക്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ അപ്പോ ഓക്കെ പറഞ്ഞു പോയി. പിന്നെ വേറൊരുത്തി പറഞ്ഞിട്ട് ഞാൻ അവൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കി. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ ശരിക്കും കമ്മിറ്റഡ് ആണോ? ബിക്കോസ് അവൻ എന്നെ റിജക്റ്റ് ചെയ്ത റീസൺ അവൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആടി ഞാൻ കമ്മിറ്റഡ് ആണ്. ആരാന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു ഒരു പെണ്ണിന്റെ പേര്. എനിക്ക് ഓളെ അറിയായിരുന്നു. അങ്ങനെ ഞാൻ കുറെ കമ്പനിയായി. ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നമുക്ക് മെസ്സേജ് അയക്കുന്നത് നിർത്താം, കാരണം നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല എന്ന്. ബട്ട് അവൻ പറഞ്ഞത് കുഴപ്പമില്ല, സാരില്ല, നീ എന്നെ മറക്കണ്ടെന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം ക്രിസ്മസിന്റെ പ്രോഗ്രാം ആയിരുന്നു. ഞാൻ അറിയാണ്ട് എൻ്റെ ഡാഷിന് ഒരു ബാഗിയും ക്രോപ്പ് ടോപ്പും ഇട്ടു. എന്നിട്ട് വൈകിട്ട് അവനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവനില്ല എന്ന് പറഞ്ഞു. ആ ടോപ്പിന് ഇറക്കമില്ലായിരുന്നത് കൊണ്ട് എൻ്റെ വയറ് കണ്ട് കുറേ പേര്. സോ എനിക്ക് എന്തോ പോലെയായിട്ട് ഞാൻ അന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അതൊന്നും സാരില്ലാന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു അവരെല്ലാം വയറല്ലേ കണ്ടുള്ളൂ, ഞാൻ നിന്റെ മൊത്തം കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ആദ്യം പേടിച്ചു. എന്നിട്ട് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് ലാസ്റ്റ് അവൻ പറഞ്ഞു ഇല്ലാന്ന്. അപ്പൊ ഞാൻ സമാധാനമായി. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു എന്താ കാണിച്ചു തരുമെന്ന്. ഞാൻ അപ്പൊ വിചാരിച്ചു ചുമ്മാ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് കുറെ ചോദിച്ചു. അപ്പോഴാണ് അവൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് അയക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അയച്ചു കൊടുത്തു. കാരണം അവന്റെ ഒരു മെസ്സേജ് പോലും കണ്ടില്ലേ എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. അത്ര അഡിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവനിൽ. അങ്ങനെ അവന് കുറെ പിക്ക് ചോദിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാം തന്നെ അയച്ചു കൊടുത്തു. അവൻ എന്നോട് കുറെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ നിന്റെ അയച്ചുതരാം. ബട്ട് അവൻ അയച്ചില്ല. ഇതിനൊക്കെ ഇടയ്ക്ക് ഞാൻ അവനോട് പറയും എന്നെ ഇട്ടേച്ച് പോലെയെന്ന്. അപ്പൊ അവൻ ഇല്ലാന്ന് പറയും. അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ. അവൻ എന്നെ സമാധാനപ്പെടുത്തും. ഈ സമയത്തും അവൻ സെറ്റായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞാണ് ഇത് ഓൾ അറിഞ്ഞ സീനാണ്, ശരിയാവൂല എന്നൊക്കെ. അപ്പൊ അവൻ അതൊന്നും കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. ഇതൊക്കെ തെറ്റാണെന്ന് എനിക്ക് അറിയായിരുന്നു. എന്നാലും ഞാൻ ഇതൊക്കെ ചെയ്ത എന്റെ വലിയ മണ്ടത്തരം, അതിന്റെയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് 10th-ലും 9th-ലും കേറി. അപ്പോഴത്തേക്കും ഇവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിർത്തി. ഞാൻ വിചാരിച്ചു 10th ആയതുകൊണ്ട് പഠിക്കാനായിരിക്കുന്നു. എന്നാൽ കുറച്ച് നാള് കഴിഞ്ഞാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ അവൻ അയച്ച ഇത്രയ്ക്ക് ഓരോ പിക്ക് ലീക്കായി. അതറിഞ്ഞുകൊണ്ടാണ് അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നൊക്കെ നിർത്തിയത്. ഞാൻ അവനെ കുറെ തെറി വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവൻ പറഞ്ഞ ഇത് മോർഫാക്കിയതാണെന്ന് പറയാൻ. ഇപ്പൊ ഇതെല്ലാരും അറിഞ്ഞു. എന്റെ വീടിന്റെ അടുത്തുള്ളവരും സ്കൂള് മൊത്തം പാട്ടാ. ഇതെനിക്ക് പുറത്തൂടെ ഒക്കെ നടക്കാൻ തന്നെ എന്തോ പോലെയാ. എന്നാലും ഒന്നും എനിക്ക് അറിയാത്ത പോലെ ഞാൻ പുറത്തിറങ്ങി നടക്കും. എന്നെ അറിയാവുന്നവര് പോലും എന്നോടൊപ്പം മര്യാദയ്ക്ക് മിണ്ടുന്നില്ല. ഈ കാര്യം മൊത്തം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനും അവനും ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നപ്പോൾ തന്നെ സ്കൂളിൽ മൊത്തം വിചാരിച്ചിരുന്നത് ഞങ്ങൾ സെറ്റാണെന്നാ. ഇപ്പൊ ഇതും കൂടി ആയി. കുറെ പേര് വിചാരിക്കുന്നത് ഞാൻ അവനെ ഇംപ്രസ് ആക്കാൻ പിക്ക് അയച്ചതാണെന്നാ. ഞങ്ങളുടെ മെസ്സേജ് ഒരു ഒരു തവണ എൻ്റെ വീട്ടിൽ പിടിച്ചതുമാണ്. ചേച്ചി, എനിക്ക് നല്ല പേടിയാണ് ഇപ്പൊ. ഓരോ ദിവസവും അച്ഛൻ പുറത്തു പോയിട്ട് വരുമ്പോഴും എനിക്ക് പേടിയാ, ഇതെങ്ങാനും അറിഞ്ഞൂന്ന് ഓർത്ത്. കാരണം ഇതെങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊല്ലും ഉറപ്പായിട്ടും.
അതിലും നല്ലത് ഞാൻ തന്നെ ചാവുന്നതാ. എനിക്ക് ചാവാൻ പേടിയൊന്നുമില്ല. പക്ഷെ ചത്താ പോലീസൊക്കെ വരും. ഫോണെല്ലാം നോക്കിയാ മനസ്സിലാവും എല്ലാം. എനിക്കതുകൊണ്ട് നല്ല പേടിയാ. ഞാനിപ്പോ വിചാരിക്കണേ വല്ല ആക്സിഡന്റ് പറ്റി അങ്ങ് മരിച്ചാ മതിയെന്നാ. വീട്ടിലറിഞ്ഞാ അച്ഛൻ എന്നെയും കൊല്ലും അവനെയും കൊല്ലും. എല്ലാം എന്റെ തെറ്റാ. എപ്പോഴും വിചാരിക്കും ഒന്ന് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എന്നെ ഒരു വെടിയായിട്ടാ കാണുന്നെ. അവന്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാൻ ലൊക്കേഷൻ സെൻഡ് ആക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ന്യൂഡ് പിക്ക് സെൻഡ് ആക്കാനൊക്കെ പറഞ്ഞു. രവി ചേച്ചി ഇത് വായിക്കുമോ എന്ന് എനിക്കറിയില്ല. വായിക്കുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് പറഞ്ഞു തരണം. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേന്ന്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ് കേസ് കൊടുക്കാന്ന്. പക്ഷേ കേസ് കൊടുത്താൽ എൻ്റെ വീട്ടുകാരറിയും. ഇനി അത് AI ആന്ന് പറഞ്ഞാല് അവർ വിശ്വസിക്കൂല. ചിലപ്പോൾ ചേച്ചി വായിക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. എനിക്ക് അത്രയ്ക്കും പേടിയാ ചേച്ചി. ഇത് വായിച്ചെങ്കിൽ എനിക്ക് ഇതിന് റിപ്ലൈ തരണം പ്ലീസ്. ചേച്ചി ഇത് വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഇനി വേറെ ആർക്കും വരരുത്. ആദ്യം ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഒന്ന് കാമാവുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജീവിതം തന്നെ അവസാനിച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റും. ആ ബോയ് ചെയ്തത് സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. ഓക്കെ, ആ ചെറുക്കനെ ബ്ലോക്ക് ചെയ്യുക, എവിഡൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെക്കുക. ട്രസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അഡൾട്ട് കുട്ടിക്കുണ്ടോയെന്ന് ആലോചിക്കുക. ആൻറ്റി ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഇയാൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു അഡൾട്ട് ആലായി നമുക്ക് വേണം. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ 81098 അതിലേക്ക് വിളിക്കുകയാണെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നമ്മളെ ഒട്ടും ജഡ്ജ് ചെയ്യാതെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് അനോണിമസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. അവർ നമ്മുടെ വീട്ടിലേക്കൊന്നും വരുമൊന്നുമില്ല. നമ്മൾ പറയാം ഇങ്ങനത്തെ പ്രശ്നമാണെന്നുള്ള കാര്യം അവരെ അറിയിക്കും. അടുത്ത സീക്രട്ട്. First of all, this is not a secret or a horror story. Just a thing that happened in my life few days ago, just because I wanted to share it with someone. Okay. It happened in this Onam vacation. A company contacted me saying free courses കൊടുക്കുന്നുണ്ട് due to promotion purpose. ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് വാസ് എ കോഡിംഗ് ക്ലാസ് ഓഫ് മേക്കിംഗ് വെബ്സൈറ്റ്സ്. എനിക്കാണെങ്കിൽ കോളേജിൽ പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായത് കാരണവും ഫ്രീ കോഴ്സ് ആയത് കാരണവും ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ദ ക്ലാസ്സസ് വർ സോ ക്യാച്ചബിൾ. എനിക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആരുടെയും അഭിപ്രായം ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുന്നത്, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ദ വേഴ്സ്റ്റ് തിങ് ഈസ് ഐ ആം ആൻ ഇൻട്രോവേർട്ട്. അങ്ങനെ ക്ലാസ്സസ് ഒക്കെ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാറ് എന്നോട് ഓഫ്ലൈനായിട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട സാർ, ഓൺലൈനായിട്ട് തന്നെ മതിയെന്ന്. സാറ് പറഞ്ഞു ഓഫ്ലൈൻ ആയാൽ പ്രൊജക്റ്റ് നമുക്ക് വേഗം തീർക്കാമെന്ന്. ആൻഡ് ഞാൻ അഗ്രി ചെയ്തു. ഞാൻ ഓഫ്ലൈനായിട്ട് പോകാൻ തീരുമാനിച്ചു. സാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫ്രീ കോഴ്സ് ഒന്നും ഓഫ്ലൈനായിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ കമ്പനി സമ്മതിക്കത്തില്ല. എന്നാലും നിനക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നെ ഓഫ്ലൈൻ വിളിക്കുന്നത് എന്ന്. ഓൾസോ ഹി സെഡ് ദാറ്റ് അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. ആരെങ്കിലും ചോദിച്ചാൽ പ്രൊജക്റ്റ് തീരാറായി എന്ന് പറഞ്ഞാൽ മതിയെന്ന്. ദ ഡേ ഐ വെന്റ് ടു ദെയർ ഓഫീസ് ഐ കോൾഡ് ഹിം. അയാൾ എനിക്ക് അവരുടെ ഓഫീസിലേക്കുള്ള വഴി പറഞ്ഞു തന്നു. ഞാൻ കുറച്ചങ്ങ് നടന്നപ്പോൾ ആ സാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലം കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് തോന്നി. ആൻഡ് ആ ഓഫീസിന്റെ ബോർഡ് ഞാൻ അപ്പോഴാണ് നോക്കുന്നത്. ദാറ്റ് വാസ് എ ട്യൂഷൻ സെന്റർ ഫോർ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്. ഞാൻ ചോദിച്ചപ്പോൾ ദിസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അവർ കമ്പനി എന്ന് പറഞ്ഞു. ബട്ട് ഞാൻ അയാളുടെ ഒപ്പം പോയി. അവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ ഓണം സെലിബ്രേഷൻ ആണ്, അതുകൊണ്ടാണ് ആരും ഇല്ലാത്തതെന്ന്. ഓക്കെ, ഐ അഗ്രീഡ്. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ക്ലാസ്സസ് ആയിരുന്നു. ബട്ട് ഈ സാർ എന്നെ കണ്ണെടുക്കാതെ നോക്കുന്നത് പോലെയൊക്കെ തോന്നി. ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. ആൻഡ് ഞാൻ ഒന്നും റിയാക്ട് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് ചായ ഒക്കെ മേടിച്ച് തന്ന് എന്നെ കംഫർട്ടബിൾ ആക്കാൻ നോക്കിയെങ്കിലും ഞാൻ ഓക്കെ ആയിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇയാൾ എന്നെ കയ്യിലൊക്കെ ടച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസിൽ ഇരിക്കാൻ ശ്രമിച്ചെങ്കിലും ഹി കെപ്റ്റ് എൻ്റെ അടുത്ത് വരാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ആദ്യമൊന്നും എനിക്ക് കുഴപ്പം തോന്നിയില്ല. ഒരു സാർ ഒരു സ്റ്റുഡന്റിനെ കൺവിൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അയാളുടെ വീട്ടുകാരെ കുറിച്ചും മറ്റൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്നോട് നീ ഭയങ്കര ഇന്നസെന്റ് ആണല്ലോ, ആൻഡ് ഐ ലൈക്ക് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. എന്നെ ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫേസ് തൊട്ടിട്ട് നല്ല സോഫ്റ്റ് സ്കിൻ, ഒരു ഗേൾ വേണ്ട എല്ലാം നിനക്കുണ്ട്, ഹൈറ്റ്, കളറ്, ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ലൈക്ക് ഹി കെപ്റ്റ് സെയിങ് ദാറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. ഞാൻ സ്മൈൽ ചെയ്തുകൊണ്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഇയാളുടെ സംസാരം മാറുന്നത് കണ്ട് ഞാൻ അയാളുടെ അങ്ങോട്ടേക്ക് പറഞ്ഞു that I'm committed ആൻഡ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ആൻഡ് ഹി സെഡ് അവൻ്റെ ഭാഗ്യം എന്നൊക്കെ. കുറച്ച് കഴിഞ്ഞ് എനിക്ക് റോങ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു
ടൈമായി വീട്ടിൽ പോകാനെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് പോകാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു പറ്റില്ലാന്ന്. ഇതൊക്കെ പറയുമ്പോഴും ഹി വാസ് ടച്ചിങ് മൈ ഫേസ്, ഹാൻഡ് എല്ലാം. പോകാൻ നേരത്തെ ഹി ട്രൈ ടു ഹഗ് മീ. ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഒരു സത്യം പറയാലോ, എനിക്ക് നിങ്ങൾ ടച്ച് ചെയ്യുന്നതൊന്നും ഇഷ്ടമാകുന്നില്ല എന്ന്. ഹിസ് ഫേസ് ചേഞ്ച്ഡ്. ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ് ആൻഡ് റണ്ണിങ് ഫ്രം ദ ക്ലാസ്. ആൻഡ് ഹി ഫോളോഡ് മീ ആൻഡ് എന്നെ തടഞ്ഞിട്ട് ചോദിച്ചു നാളെ വരണം, പ്രോമിസ് ചെയ്യാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇതെന്റെ ബോയ് ഫ്രണ്ടിനോട് പറയും, ഇയാൾ ടച്ച് ചെയ്തതൊക്കെ പറയും എന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും എന്നെ തടഞ്ഞു, സോറി ഒക്കെ പറഞ്ഞു. ആൻഡ് ഹി കെപ്റ്റ് ട്രൈങ് ടു ടച്ച് മീ. ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ടും എന്നെ ടച്ച് ചെയ്യുന്നത് കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും ഒരു ഫ്രോഡ് ഫീൽ വന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ കാര്യം അറിയിച്ചു. ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. എൻ്റെ ബോയ് ഫ്രണ്ട് അവനെ പോയി നല്ലപോലെ അടിച്ചു. ബട്ട് ഇത് എൻ്റെയും എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെയും ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടായി. ബിക്കോസ് എൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നത് ഇത്രയും സസ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലം കണ്ടിട്ട് പോലും നീ അവൻ്റെ കൂടെ പോയില്ലേ എന്ന്. ആൻഡ് യാ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ദിസ് ഈസ് ദ വേഴ്സ്റ്റ് തിങ് അബൌട്ട് ആൻ ഇൻട്രോവേർട്ട്. പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കും. ആദ്യമൊന്നും ഞാൻ ഇതൊന്നും ചിന്തിച്ചില്ല. ഞാനിപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ലോകത്തില്ല. എടുത്തു ചാടി എടുത്തു ചാടി ഞാനാണ് പോയത്. ആൻഡ് താങ്ക് ഗോഡ് തക്ക സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് ഓക്കെ ആയി. ഞാൻ അവനോട് നടന്ന കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയി പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി. ഐ നോ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. വെൻ വിൽ ഗേൾസ് സ്റ്റോപ്പ് ബ്ലെയിമിങ് ദംസെൽസ്? വി ഷുഡ് സ്റ്റോപ്പ് ബ്ലെയിമിങ് അവർ സെൽസ് ഫോർ വാട്ട് ആ കാമക്കടിയൻ ഈസ് ട്രൈങ് ടു ഡു ടു അസ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ അതൊക്കെ അന്വേഷിച്ചിട്ടാണ് പോയെന്നിരിക്കട്ടെ. ആൻഡ് വാട്ട് ഇഫ് ഹീസ് ദ വൺ ദാറ്റ് വർക്ക്സ് ദർ? വുഡ് ഇറ്റ് സ്റ്റിൽ ബി അവർ ഫോൾട്ട്? നോ. ആരും ചാടി കയറി ആരുടെയും വാക്ക് കേട്ട് കൂടെ പോകരുത്, ഈവൻ പഠിക്കാൻ പോലും. ആരെയും വിശ്വസിക്കരുത്. എൻ്റെ ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉപ്പയോട് പറയാൻ എനിക്ക് പേടിയാണ്. എൻ്റെ തെറ്റാണ് എന്ന് മാത്രം പറയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞത്. അവനോടായാൽ അവൻ നല്ലതുപോലെ കൈകാര്യം ചെയ്യും. ആ സാറിൻ്റെ ഒരു പല്ല് തെറിച്ചു പോയി എന്നാണ് കേട്ടത്. കുറച്ച് ദിവസങ്ങൾ എനിക്ക് ഇത് ആലോചിച്ചിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. ആൻഡ് എൻ്റെയും ബോയ് ഫ്രണ്ടിൻ്റെയും ഇടയിൽ വലിയൊരു ക്ലാഷും ഉണ്ടായിട്ടുണ്ട് ഇത് കാരണം. ആ സാറ് വേറെ എന്തൊക്കെയോ ആദ്യം ഇവനോട് എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹി അണ്ടർസ്റ്റാൻഡ് മീ നൗ. കാരണം ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കാറുണ്ടെങ്കിലും ഇതുവരെ എനിക്കൊരു മോശം അനുഭവം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. This was a big lesson for me also. Eva, I'm a follower of you since starting of lockdown. Your horror stories are mine and my sister's favorite. It is a big story. You can ചുരുക്കി പറയലിട്ട്. അടുത്ത സീക്രട്ട്. Hi Eva, hope you're doing well. Love your videos. Hope you're doing a good. വായിച്ചല്ലേ. ഞാൻ 11th പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ലൈഫിലെ ആദ്യത്തെ റിലേഷൻഷിപ്പ്. ഇറ്റ് വാസ് എ ന്യൂ സ്കൂൾ ആൻഡ് ഞാൻ അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദിസ് പേഴ്സൺ, മൈ സീനിയർ, എന്നോട് വന്ന് പ്രപ്പോസ് ചെയ്തു. ആൻഡ് ഫസ്റ്റ് ഓൾ ഐ റിജക്റ്റഡ് ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് എനി ഫീലിങ്സ്. ബട്ട് പിന്നീട് ഐ ഫെൽറ്റ് സിമ്പത്തി ആൻഡ് സെഡ് യെസ്. ബട്ട് ആസ് ടൈം പാസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി തുടങ്ങി. എൻ്റെ വീട്ടിലൊക്കെ കുറേ ടൈം പിടിച്ചിട്ടുണ്ട്. എനിക്ക് കുറേ അടി കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ സ്റ്റേഡ് സ്ട്രോങ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ പാരൻസ് കുറേ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഐ ഹേർട്ടഡ് മൈ പാരൻസ് എ ലോട്ട്. ഞങ്ങളുടെ ഒരു ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അങ്ങനെ അവൻ കോളേജിൽ ജോയിൻ ആയി. ആൻഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് ചാറ്റിംഗ്. ബട്ട് സ്നേഹം ഉണ്ടായിരുന്നു. പിന്നീട് ലോക്ക്ഡൗൺ ആ ടൈമൊക്കെ പോയപ്പോൾ ആണ് ഹി ഇൻട്രൊഡ്യൂസ് മീ ടു ഹിസ് ഗേൾ ബെസ്റ്റി. ഐ വാസ് ഓക്കെ. ഞാനും ആ ഗേൾ ആയിട്ട് നല്ല കമ്പനിയായി. ആൻഡ് ഷീ ഓൾസോ ഹാഡ് എ ബോയ് ഫ്രണ്ട്. ബട്ട് പിന്നീട് ഓരോ ടൈം ഹി സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. അവരുടെ ചാറ്റ്സ് ഐ സോ. അതിൽ ദേ കോൾഡ് ഈച്ച് അതർ ബേബി. അങ്ങനെയൊക്കെ ലൈക്ക് കപ്പിൾ പോലത്തെ ചാറ്റിങ്. ഇത് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ ജസ്റ്റ് എ ഫ്രണ്ട്, ഇനിയും ഇങ്ങനെ ഉണ്ടാവില്ല, സോറി എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തു. ബട്ട് ആസ് ടൈം പാസസ് ഹി ബിക്കെയിം മോർ ആൻഡ് മോർ. കപ്പിൾ പോലെ പിക്ക് എടുക്കുന്നു, കോളിങ്, ചാറ്റിങ്. ആൻഡ് അവർ ഒരുമിച്ച് സെയിം കോളേജ് ആയതുകൊണ്ട് ഈവൻ കറങ്ങാനെല്ലാം പോവും. ആൻഡ് എന്നോട് ഓരോ കള്ളം പറയും. എനിക്കാണെ ഭയങ്കര ഹേർട്ടാവും. ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോയാൽ എന്നോട് വഴക്കിടും, ദേഷ്യം പിടിക്കും, ഈവൻ എന്നെ അടിക്കും. സോ ഐ യൂസ് ടു ബി സ്കെയർഡ് ഓഫ് ഹിം. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഐ വാസ് എ വെരി ഗുഡ് ഫ്രണ്ട് വിത്ത് ഹർ. ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നു. അവർ കോളേജ് ട്രിപ്പൊക്കെ പോയി ഫോർ 1 വീക്ക്. ആൻഡ് എനിക്കായിരുന്നു ഫുൾ ടെൻഷൻ. ആഫ്റ്റർ ദ ട്രിപ്പ് എന്നോട് കുറേ പേര് വന്നിട്ട് ഇവരെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ പോയി ചോദിച്ചാലും അങ്ങനെയല്ല എന്ന് പറഞ്ഞു ഫുൾ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. ഐ ട്രസ്റ്റഡ് ഹിം സോ മച്ച്. അങ്ങനെ എക്സാക്ട് 1 ഇയർ ആഫ്റ്റർ ദ ട്രിപ്പ് ഐ കെയിം ടു നോ ഹി വാസ് ചീറ്റിംഗ് ഓൺ മീ.
ആ ട്രിപ്പ് പോയപ്പോൾ അവർ തമ്മിൽ കുറെ കാര്യങ്ങൾ നടന്നു. പിന്നെ കുറെ ഫോണൊക്കെ തപ്പിയപ്പോൾ വേറെയും കുറെ കാര്യങ്ങളായിരുന്നു. ഐ വാസ് ബ്രോക്കൺ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആരോ എൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയ പോലെ ഉണ്ടായിരുന്നു. അവനോട് ഇത് ചോദിച്ചപ്പോൾ ഹി സ്റ്റാർട്ടഡ് ബീറ്റിംഗ് മീ ആൻഡ് ലാസ്റ്റ് നോസിൽ നിന്ന് ബ്ലഡ് വന്നപ്പോൾ ഹി സ്റ്റോപ്ഡ് ആൻഡ് ആക്റ്റഡ് ലൈക്ക് ക്രൈയിങ്. പിച്ച്. ഞാൻ അവളെ കോളാക്കി ആൻഡ് അവളും ഇതൊരു ബിഗ് ഡീൽ അല്ല എന്ന രീതിയിൽ നിന്നു. 6 years ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഞങ്ങളുടെ. ആ ഒരു പോയിന്റിൽ ഐ റിയലൈസ്ഡ് ഹി നെവർ ലവ്ഡ് മീ. ഞാൻ മാത്രമായിരുന്നു കമ്മിറ്റഡ് ആയിട്ട് നിന്ന്. എന്നോട് ഒരിക്കലും കോൾ കൂടെ സംസാരിക്കൂലായിരുന്നു. എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് വാസ് മീ ഹൂ ഓൾവേസ് ഗോ ബിഹൈൻഡ് ഹിം ആൻഡ് അവൻ എന്ത് പറഞ്ഞാലും ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി ചീറ്റഡ്. മേ ബി എൻ്റെ പാരൻസിനെ കുറെ ഹേർട്ട് ആക്കിയോണ്ടായിരിക്കും. He did what he did because he was a bitch. We broke up and പിന്നെയും കുറെ സ്റ്റോറീസ് അറിഞ്ഞു. I went into depression. ലാസ്റ്റ് ഫാമിലി എല്ലാം അറിഞ്ഞു. സംഭവം ഞാൻ എല്ലാം ഓവർകം ചെയ്തു. അവൻ കുറെ ഗേൾസ് ആയിട്ട് അഫെയർ ഉണ്ടായിരുന്നു ആൻഡ് അന്ന് എൻ്റെ മുന്നിൽ വെച്ച് അവളെ എല്ലാത്തിലും ബ്ലോക്ക് ആക്കിയൊക്കെ കാണിച്ചു. വി ബോത്ത് ബ്രോക്ക് അപ്പ് ആൻഡ് നോ കോണ്ടാക്ട്. ബട്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് അറിഞ്ഞത് അവർ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എന്നാ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ദേ ബോത്ത് ഡോണ്ട് ഈവൻ ഫീൽ ഗിൽറ്റി ആൻഡ് എപ്പോഴും അവളായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇറ്റ് മീൻസ് ഹി നെവർ ലവ്ഡ് മീ. വിഷമമുണ്ട്. ഈ 6 years ഒന്നും അല്ല എന്ന് ഓർക്കുമ്പോൾ, ആ ഒരുത്തിന് വേണ്ടി ലൈഫ് കളഞ്ഞപ്പോൾ എൻ്റെ പാരൻസിനെ ഹേർട്ട് ആക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു ട്രോമ പോലെ കൂടെ ഉണ്ട്. ബട്ട് ഐ എം ബെറ്റർ. ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഫോർ മൈ സെൽഫ്. വൺ ഡേ അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കും. അതെനിക്ക് ഉറപ്പാണ്. ഇറ്റ്സ് ഓക്കെ ഗേൾ, യു ഡോഡ്ജ്ഡ് എ ബുള്ളറ്റ്. അവരെ റിഗ്രറ്റ് അടിക്കോ റിഗ്രറ്റ് അടിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്തോട്ടെ. യു സേവ്ഡ് യുവർ സെൽഫ് ഫ്രം ദം. വൺസ് എ ചീറ്റർ ഈസ് ഓൾവേസ് എ ചീറ്റർ. വൺസ് എ മാനിപ്പുലേറ്റർ ഈസ് ഓൾവേസ് എ മാനിപ്പുലേറ്റർ. ഈ തല്ലുന്നൊക്കെ സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത സീക്രട്ട്. ഹായ്, ഞാൻ ഈ പറയാൻ പോകുന്നത് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് വീടിനടുത്തുള്ള ഒരു ചേട്ടനെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. ഒരു ദിവസം ആ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ആ ചേട്ടൻ എൻ്റെ ചേച്ചീനൊക്കെ അന്വേഷിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒരു നോർമൽ കോൺവെർസേഷൻ ചെയ്തു. പിന്നീട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, നിന്റെ ചേച്ചിയോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ എന്തിനാ എന്ന് ചോദിച്ച്. എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്തിനാകും അത് ചോദിച്ചെന്ന്. എന്നാലും എൻ്റെ ഫീലിങ്സ് ഞാൻ പറഞ്ഞില്ല. ഞാൻ അവരെ സെറ്റാക്കാനായി ശ്രമിക്കേണ്ടി വന്നു. അത് ഞാൻ ഓണസ്റ്റ് ആയിട്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോഴും ആ ചേട്ടൻ എനിക്ക് മെസ്സേജ് ഇടും. പക്ഷെ എല്ലാം അവളെക്കുറിച്ച് ചോദിക്കാൻ മാത്രം. ഇതെങ്ങനെ ആരോട് പറയണമെന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴും ഞാൻ കരുതും ഞാൻ എന്തിനാ അത് ഓർത്ത് വിഷമിക്കണേന്ന്. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടമായിട്ട് ഞാൻ തന്നെ ആ ചേട്ടനെ സെറ്റാക്കി കൊടുക്കേണ്ട അവസ്ഥ എന്നെ കുറെ വേദനിപ്പിക്കുന്നു. അയ്യടാ.